ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ പുണ്യകാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇത് ആരാധനയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും കാലമാണ്. പ്രത്യേകം വേർതിരിക്കപ്പെട്ട ഈ 50 ദിനങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അർപ്പണം ചെയ്യുവാനും അർത്ഥപൂർണമായ ആരാധനയെ അർപ്പിക്കുവാനുമുള്ള സുവർണ അവസരമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വേദഭാഗം മുൻനിർത്തി അനുരഞ്ജനത്തിലൂടെ അർത്ഥപൂർണമാകുന്ന ആരാധന അനുഭവങ്ങളെയാണ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ജീവന്റെ നിറവ് പകരുവാനാണ് ന്യായപ്രമാണങ്ങൾ ദൈവം മനുഷ്യന് സമ്മാനിച്ചത്. 10 കൽപ്പനകളുടെ പ്രമാണങ്ങളിലൂടെ ജീവന്റെ നിറവ് കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യബോധം. ജീവനെ ഹനിക്കാതിരിക്കുവാനുള്ള കൊല ചെയ്യരുത് എന്ന ന്യായപ്രമാണത്തിലെ കൽപ്പനയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു ആഴത്തിലുള്ള അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. ഒരുവന്റെ ജീവനെ ഹനിക്കുവാൻ മനുഷ്യന് അവകാശമില്ല എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ജീവന്റെ അനുഭവങ്ങളെ പകർന്നു നൽകിയ ദൈവത്തെ നിഷേധിക്കുന്നതിൻ്റെ അടയാളമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ അതിനെ കൊലയിലൂടെ ഒരുവനെ ഇല്ലായ്മ ചെയ്യുന്ന അതിൻ്റെ ആത്യന്തിക അനുഭവത്തിൽ മാത്രം ഈ കൽപ്പനയെ വ്യാഖ്യാനിക്കുകയല്ല ക്രിസ്തു ഇവിടെ. സഹോദരനോട് കോപിക്കുന്നത് പോലും ന്യായവിധിക്ക് കാരണമാകുമെന്നും മൂഢ എന്നുള്ള പരിഹാസ മനോഭാവം പോലും നരകതുല്യം അനുഭവങ്ങളിൽ കൊണ്ടെത്തിക്കും എന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നു. ഞാൻ ആരെയും ഇതുവരെയും കൊല ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ന്യായവിധിയും നരകവും ഒരിക്കലും പ്രാപിക്കേണ്ടി വരില്ല എന്ന മൂഢ മനോഭാവത്തെ കൂടെ തിരുത്തുകയാണ് ക്രിസ്തു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആരാധനകൾ ധാരാളം അർപ്പിക്കുമ്പോഴും നഷ്ടപ്പെട്ടുപോയ സഹോദര്യ ബന്ധങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ശക്തമായ ആഹ്വാനം ക്രിസ്തു ഇവിടെ നൽകുന്നു. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് മുൻപിൽ നിശബ്ദരായിരിക്കുവാനല്ല, അവൻ്റെ കാവൽക്കാരൻ ഞാനാണ് എന്നുള്ള ബോധ്യതലങ്ങളിലേക്ക് വളർച്ച ആണ് അർത്ഥപൂർണമായ ആരാധനയിലൂടെ നാം കൈവരിക്കേണ്ടത്. ജീവൻ പകർന്നു നൽകിയ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നടത്തിയ ആരാധനയ്ക്ക് ശേഷം തൻ്റെ മനോഭാവത്തിലെ മൂഢത മൂലം സഹോദരനെ ഇല്ലായ്മ ചെയ്ത കായീനെ നമുക്ക് ഓർമ്മിക്കാം. വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊല സാഹോദര്യ ബന്ധത്തെ വിസ്മരിച്ചതിൻ്റെ അടയാളമാണ്. അത് പുതിയ രൂപത്തിലും പാപത്തിലും ആവർത്തിച്ചെടുക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ഇവിടെ ക്രിസ്തു കൊല ചെയ്യരുത് എന്ന ന്യായപ്രമാണത്തെ ഒരു പടി കൂടി വിശാലവൽക്കരിച്ച് സാഹോദര്യ ബന്ധങ്ങളിൽ നിരപ്പ് പ്രാപിപ്പാനും അതിനെ ഗൗരവമായി എടുത്ത് ശ്രേഷ്ഠമായി കരുതുവാനുമുള്ള മനോഭാവം നൽകുന്നത്. ഈ വചനം ഈ കാലത്തും നമ്മുടെ ആരാധനയെ അർത്ഥപൂർണമാക്കുവാനുള്ള വെല്ലുവിളിയാണ്. സഹോദര്യ ബന്ധങ്ങൾ തകരുകയും അപരനെ ആദരിക്കാതെ അവനെ പരിഹസിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിൽ നിന്നും അവൻ്റെ പ്രസാദത്തിൽ നിന്നും അകലുകയാണ് എന്ന ഉൾബോധ്യം ഈ നോമ്പുകാലം നാം പ്രാപിക്കണം. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിരന്തരം അവരൻ്റെ ജീവനെ ഹനിക്കുന്നവരായി നാം മാറാറുണ്ട്. നമ്മുടെ നോമ്പുകാലം അർത്ഥപൂർണമാകണമെങ്കിൽ, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ നാം ആദ്യം അനുരഞ്ജനപ്പെടലിലേക്കാണ് എത്തിച്ചേരേണ്ടത്. നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളെ നമുക്ക് കൂട്ടിയിണക്കാം. പ്രതിയോഗികളോട് പോലും സംയമനം പാലിച്ചും സംഘർഷം ലഘൂകരിച്ചും സന്തോഷകരമായ ജീവിതം നമുക്ക് കെട്ടുപണി ചെയ്യാം. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിലെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കാട്ടെ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. കാണപ്പെടുന്ന സഹോദരനെ നോക്കുവാൻ കണ്ണുകളില്ലാത്തവൻ അരൂപനായ ഈശ്വരൻ അദൃശ്യനായിരിക്കുന്നു എന്ന് ഉള്ളൂർ പറയുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവും ഇവിടെ കാലങ്ങൾക്ക് മുമ്പേ നമ്മെ പഠിപ്പിച്ചത്. സഹോദര ബന്ധങ്ങളിൽ അനുരഞ്ജനപ്പെട്ട് ഏവരെയും മാനിച്ച് ഈ നോമ്പുകാലം നമുക്ക് അർത്ഥപൂർണമാക്കാം. ദൈവമേ, ഞങ്ങളുടെ സഹോദര്യ ബന്ധങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാഹകരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.